നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 6-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 21-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവോണ നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുഭദിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. രണ്ട് ഗുരുക്കന്മാരാണുള്ളത്, വ്യാഴവും വെള്ളിയും, അതായത് ശുക്രനും വ്യാഴവും. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ്, അസുര ഗുരുവിൻ്റെ ദിവസമാണെന്ന് നമ്മളെല്ലാവരും പറയും. വ്യാഴനേക്കാൾ പെട്ടെന്ന് ഗുണം കൊടുക്കുന്ന ആളാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. ശുക്രൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. എന്ത് ശുഭപ്രദമായ കാര്യങ്ങൾക്കും ഈ ദിവസം നമുക്കെടുക്കാം. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ തിരുവോണ നക്ഷത്രം, നമുക്ക് വൃശ്ചിക മാസത്തിലെ തിരുവോണ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില കലഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാവും. അതേപോലെ തന്നെ വാഹനം വാങ്ങാനോ വീട് വെക്കാനോ ജോലി ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഒക്കെ ശുക്രൻ പ്രകാശത്തെ തരും. അത് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ശുക്രൻ്റെ ദേവത എന്ന് പറഞ്ഞ ദേവിയാണ്. ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി കുങ്കുമാർച്ചന നടത്തണം, ദേവിയെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളത് പെട്ടെന്ന് ദേവി പ്രപഞ്ചശക്തി നമുക്ക് പെട്ടെന്ന് തരും. പരാശക്തിയെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 10 തൊട്ട് 12 മണി വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 10:50 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. 12:18 വരെ ഉണ്ട് താനും. അപ്പോൾ രാഹുകാല സമയം ശ്രദ്ധിച്ച് ഓരോ ശുഭ ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. അതുപോലെ ഇന്നും ഗുളികകാലവും യമകണ്ഠകാലവും നമുക്കൊരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 7:58 തൊട്ട് 9:24 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:07 തൊട്ട് 4:33 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തത്തെ ശരിക്കും ആശ്രയിക്കേണ്ടതില്ല. എന്നാലും 11:52 തൊട്ട് 12:40 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇന്നും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ശുക്രൻ കാരണം ദേവി ചൈതന്യമുള്ള ദിവസമാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ആ ചൈതന്യം ആഗിരണം ചെയ്യാൻ വേണ്ടി ചുവന്ന വസ്ത്രം, മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും. ചുവന്ന കുറി ധരിക്കുന്നതും അല്ലെങ്കിൽ ചുവന്ന പൊട്ടായിട്ടിടുക, അല്ലാത്തവരൊരു ചുവന്ന കർച്ചീപ്പെങ്കിലും കയ്യിൽ ധരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും, ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.